ട്രെയിനിൽ നിന്ന് ടി.ടിയെ തള്ളിയിട്ട് കൊന്ന കേസിൽ പ്രതി രജനീകാന്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സാന്ദ്ര മേരി നെറ്റോയാണ് റിമാൻഡ് ഉത്തരവിട്ടത്. ഹൈക്കോടതി അഭിഭാഷകൻ അനൂപ് ആന്റണി പ്രതിക്കായി സമർപ്പിച്ച വക്കാലത്ത് കോടതി സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ് എന്ന ഹൈക്കോടതി അഭിഭാഷകനാണ് ഇയാൾക്ക് വേണ്ടി ഹാജരായെന്ന് മനസ്സിലാകുന്നത്. 14 ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. എന്താണ് സംഭവിച്ചത് കോടതി? ഇന്ന് തെളിവെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിൽ മജിസ്ട്രേറ്റിനെ വീട്ടിലെത്തിച്ച് ഈ പ്രതിയെ റിമാൻഡ് ചെയ്തത്. ഈ യാത്രക്കാരൻ ആയിട്ടുള്ള ഈ ഒഡീഷ സ്വദേശി കൂടിയായ ഈ രജനീകാന്താണ് ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഈ കൊലക്കുറ്റം ചുമത്തിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ടി ആയിട്ടുള്ള വിനോദിനെ പുറകിൽ നിന്നും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തള്ളിയിട്ടിട്ടുള്ളത്. എന്തായാലും അതൊക്കെ തന്നെ FIRൽ കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സാന്താ മേരി നെറ്റോയാണ് ഇത്തരത്തിൽ റിമാൻഡ് ഉത്തരവിട്ടത്. ഈ രണജിത്ത് ആണ് ഇയാളുടെ മുഴുവൻ പേര്. ഇയാൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ളത് ഈ ഹൈക്കോടതി അഭിഭാഷകനാണ്. ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അനൂപ് ആന്റണിയാണ് ഇത്തരത്തിൽ ഇന്ന് ഈ സമർപ്പിച്ച വക്കാലത്ത് സമർപ്പിച്ചിട്ടുള്ളത്. ആ വക്കാലത്ത് കോടതി സ്വീകരിച്ചിട്ടുമുണ്ട്. രജനീകാന്തയുടെ ഭാര്യയായിട്ടുള്ള റീനയാണ് തങ്ങളെ സമീപിച്ചുവെന്ന് ഈ അഭിഭാഷകൻ പറയുന്നത്. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.